നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2020 ജനുവരി മുതൽ 2020 മെയ് വരെയുള്ള PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കുറേ അധികം കറണ്ട് അഫയേഴ്സ് നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് സീരീസിലൂടെ പഠിച്ചു. 2020 ജനുവരി മുതൽ 2020 മെയ് വരെയുള്ള മന്ത്ലി കറണ്ട് അഫയേഴ്സ് സീരീസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം അതിൽ നമ്മൾ ഒരുപാട് തവണ പഠിച്ച കറണ്ട് അഫയേഴ്സ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. PSC ബുള്ളറ്റിനിൽ മാത്രം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മുടെ ഈ വീഡിയോയിൽ. അപ്പോൾ ഇതും കൂടെ പഠിച്ചു കഴിയുന്നതോടെ കൂടി 2020 മെയ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ സെറ്റ് ആവും. അപ്പോൾ ഇതിന് ശേഷം ഇനി 2020 ജൂണിലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ്, അത് ന്യൂസ് പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നത്. അതുപോലെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നുണ്ട്. PSC ബുള്ളറ്റിൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ PSC ബുള്ളറ്റിനും മന്ത്ലി കറണ്ട് അഫയേഴ്സും പൂർണ്ണമായി പഠിച്ചു കഴിയാണ് 2020 മെയ് വരെ. അപ്പം അതിനുശേഷമുള്ള ജൂണിലെ കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, മാലിദ്വീപിലെ കോവിഡ് പ്രതിരോധത്തിന് അവശ്യ മരുന്നുകൾ എത്തിക്കാൻ ഇന്ത്യൻ വായുസേന നടത്തിയ ഓപ്പറേഷൻ സഞ്ജീവനി. മാലിദ്വീപില് കോവിഡ് പ്രതിരോധ മരുന്നുകൾ എത്തിക്കാൻ ഇന്ത്യൻ വായുസേന നടത്തിയതാണ് ഓപ്പറേഷൻ സഞ്ജീവനി. ജീവിക്കാൻ വായു വേണ്ടേ, അതാലോചിച്ചാൽ മതി. വായുസേന നടത്തിയത് മാലിദ്വീപിലാണ് ഓപ്പറേഷൻ സഞ്ജീവനി. ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 10. ഹോമിയോപ്പതി 10 എന്നാലോചിക്കുക. ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 10. 2020 ഏഷ്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയതാര്? മുകേഷ് അംബാനി. 2020 ഏഷ്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് മുകേഷ് അംബാനിയാണ്. അപ്പം മാലിദ്വീപിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഓപ്പറേഷൻ സഞ്ജീവനി. ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 10. 2020 ഏഷ്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? മുകേഷ് അംബാനി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 ടെസ്റ്റ് ബസ്സുകൾ ആരംഭിച്ചത് എവിടെ? മഹാരാഷ്ട്രയിലാണ്. COVID-19 ടെസ്റ്റ് ബസ്സുകൾ ആരംഭിച്ചത് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി വിർച്വൽ കോർട്ട് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. വിർച്വൽ കോർട്ട്, കോടതി പരിപാടികളും വിധികളും വിചാരണയൊക്കെ ഓൺലൈനിലൂടെ, വീഡിയോ കോൺഫറൻസുകളിലൂടെയൊക്കെ ആക്കാൻ വേണ്ടി വിർച്വൽ കോർട്ട് സംവിധാനം ഏർപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ്. അന്താരാഷ്ട്ര മനസാക്ഷി ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതെന്ന്? ഏപ്രിൽ 5. ഏപ്രിൽ 5 അന്താരാഷ്ട്ര മനസാക്ഷി ദിനമായിട്ട് ആചരിക്കാൻ ആരാണ് തീരുമാനിച്ചത്? ഐക്യരാഷ്ട്രസഭ. ഓക്കെ. അപ്പൊ COVID-19 ടെസ്റ്റ് ബസ്സുകൾ മഹാരാഷ്ട്രയിലാണ്. വിർച്വൽ കോർട്ട് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉത്തർപ്രദേശിലാണ്. അന്താരാഷ്ട്ര മനസാക്ഷി ദിനമായിട്ട് ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് ഏപ്രിൽ 5. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫിഫ ആരംഭിച്ച വീഡിയോ ക്യാമ്പയിൻ വി വിൽ വിൻ. അപ്പോൾ ഫിഫ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭിച്ച ഒരു വീഡിയോ ക്യാമ്പയിൻ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരാണ് വി വിൽ വിൻ. ആരാണ് ആരംഭിച്ചത്? ഫിഫ. കോവിഡ് സാഹചര്യത്തിൽ അവശ്യ മരുന്നുകൾ എത്തിക്കാൻ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം നടത്തുന്ന ചരക്ക് വിമാന സർവീസ് ലൈഫ് ലൈൻ ഉഡാൻ എന്ന ഒരു ചരക്ക് വിമാന സർവീസ് ആര് നടത്തുന്നുണ്ട്? ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം. കോവിഡ് സാഹചര്യത്തിൽ അവശ്യ മരുന്നുകൾ എത്തിക്കാൻ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം നടത്തുന്ന ചരക്ക് വിമാന സർവീസാണ് ലൈഫ് ലൈൻ ഉഡാൻ. ഓക്കെ. 2020 ഏപ്രിൽ 29 അന്തരിച്ച പ്രശസ്ത നടൻ ഇർഫാൻ ഖാൻ അഭിനയിച്ച ലോക പ്രശസ്ത സിനിമകൾ ജുറാസിക് വേൾഡ് ഉണ്ട്, അമേസിംഗ് സ്പൈഡർമാൻ, ലൈഫ് ഓഫ് പൈ, സ്ലം ഡോഗ് മില്ലേനിയർ. എല്ലാം ഫേമസ് ആയിട്ടുള്ള വളരെ വളരെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സിനിമകളാണ് അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള സിനിമകളിലൊക്കെയാണ് ആരഭിനയിച്ചത്? ഇർഫാൻ ഖാൻ. 2020 ഏപ്രിൽ 29 അന്തരിച്ച ഇർഫാൻ ഖാൻ അഭിനയിച്ച സിനിമകളാണ് ജുറാസിക് വേൾഡ്. അതായത് ഇർഫാൻ ഖാൻ അഭിനയിച്ച അന്താരാഷ്ട്ര നിലവാരത്തിൽ ശ്രദ്ധ നേടിയ സിനിമകളാണ് ജുറാസിക് വേൾഡ്, അമേസിംഗ് സ്പൈഡർമാൻ, സ്ലം ഡോഗ് മില്ലേനിയർ, ലൈഫ് ഓഫ് പൈ. 2024 കൂടി ചന്ദ്രോപരിതലത്തിൽ മനുഷ്യന് തങ്ങാൻ കഴിയുന്ന രീതിയിൽ നാസ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ ക്യാമ്പുകൾ അറിയപ്പെടുന്നത് എങ്ങനെ? ആർട്ടമിസ്. അപ്പോൾ 2024 കൂടി ചന്ദ്രോപരിതലത്തിൽ പോയിട്ട് മനുഷ്യൻ നിൽക്കാൻ കഴിയുന്ന രീതിയിൽ, തങ്ങാൻ കഴിയുന്ന രീതിയിൽ ബഹിരാകാശ ക്യാമ്പുകൾ നിർമ്മിക്കാൻ നാസ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ക്യാമ്പുകൾക്ക് പറയുന്ന പേരാണ് ആർട്ടമിസ്.
കോവിഡ് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ പഴം, പച്ചക്കറി എന്നിവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ജീവനി സഞ്ജീവനി. ഇത് നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? കോവിഡ് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഓൺലൈനായിട്ട് ജനങ്ങൾക്ക് പഴം, പച്ചക്കറി എന്നിവ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. കോവിഡ് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായി ഹൗസ് മാർക്കറ്റുകൾ ആരംഭിച്ച ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ ഹൗസ് മാർക്കറ്റുകൾ. അപ്പോൾ ഹൗസ് മാർക്കറ്റ് എന്ന് കണ്ടാൽ തിരുവനന്തപുരം. ബാഡ്മിന്റൺ താരം PV സിന്ധുവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഷട്ട്ലിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന കൃതി രചിച്ചത് V കൃഷ്ണസ്വാമി. അപ്പൊ ബാഡ്മിന്റൺ താരമായ PV സിന്ധുവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി രചിച്ച കൃതിയാണ് ഷട്ട്ലിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് PV സിന്ധു. ആരാണ്? V കൃഷ്ണസ്വാമി. അപ്പൊ PV സിന്ധുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ചത് V കൃഷ്ണസ്വാമി. ഓക്കെ. അടുത്ത ചോദ്യം, കോവിഡ് പ്രതിരോധ നടപടികളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ മോർണിംഗ് കൺസൾട്ടന്റ് നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയത് നരേന്ദ്രമോദിയാണ്. 2020 അമേരിക്കയിലെ മോർണിംഗ് കൺസൾട്ടന്റ് കോവിഡ് പ്രതിരോധ നടപടികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയത് നരേന്ദ്രമോദി. കോവിഡ് രോഗികളിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായി ആയുർവേദ ചികിത്സാ രീതികൾ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവ. അപ്പൊ ഗോവയിലാണ് കോവിഡ് രോഗികളിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആയുർവേദ ചികിത്സാ സമ്പ്രദായം ഉപയോഗിച്ചത്. അപ്പൊ ആയുർവേദ ചികിത്സാ സമ്പ്രദായം ഉപയോഗിച്ച ആദ്യ സംസ്ഥാനമാണ് ഗോവ. കോവിഡ് ദ്രുത പരിശോധനയ്ക്കായി പത്തനംതിട്ട ജില്ല നിരത്തിലിറക്കിയ വാഹനം തിരങ്ക. കോവിഡ് ദ്രുത പരിശോധനയ്ക്ക്, ഇപ്പം തിരഞ്ഞു പിടിച്ച് പരിശോധന നടത്തുക എന്നൊന്ന് ഓർത്താൽ മതി. കോവിഡ് ദ്രുത പരിശോധനയ്ക്കായിട്ട് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം നിരത്തിലിറക്കിയ വാഹനമാണ് തിരങ്ക. കോവിഡ് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കാനായി ഹോമിയോപ്പതി വകുപ്പ് അരികെ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല വയനാട്. അപ്പോൾ വയനാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ് അരികെ. അരികയുടെ ലക്ഷ്യം എന്താ? കോവിഡ് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കാൻ ഹോമിയോപ്പതി വകുപ്പാണ് ആരംഭിച്ചത് അരികെ എന്ന പദ്ധതി വയനാട് ജില്ലയിൽ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ അമിതാഭ് കാന്ത്. അപ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? അമിതാഭ് കാന്ത്. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. അടുത്ത ചോദ്യം, 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസ്ക് പഹാനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയിലാണ്. മാസ്ക് പഹാനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ചത് കൊല്ലം ജില്ല. എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കാൻ നിയോഗിച്ച റോബോട്ട് കർമ്മി ബോട്ട്. എറണാകുളം ജില്ലയിൽ കോവിഡ് രോഗികളെ പരിചരിക്കാൻ വേണ്ടി നിയോഗിച്ച റോബോട്ടാണ് കർമ്മി ബോട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് നമ്മൾ പഠിച്ചതാണ് SBI ആണ്. ലോകത്തിൽ വലുപ്പത്തിൽ എത്രാം സ്ഥാനത്താണ് SBI? 43ാമത്തെ സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ചൈനയിലെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈനയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ലോകത്തിൽ 43ാം സ്ഥാനത്താണ് SBI. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈന. ലോക പൈതൃക ദിനം ഏപ്രിൽ 18. ലോക പൈതൃക ദിനം എന്നാണ് ഏപ്രിൽ 18. കോവിഡ് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഗാർഹിക മാലിന്യ സംസ്കരണത്തിനായി ഹരിത കേരളം മിഷൻ ആരംഭിച്ച ചാലഞ്ചാണ് ആരോഗ്യമുള്ള നാടിന് വൃത്തിയുള്ള വീട്. അപ്പോൾ വീടുകൾ വൃത്തിയായാലേ നാടിന് ആരോഗ്യം ഉണ്ടാവും അല്ലേ? അങ്ങനെ ഗാർഹിക മാലിന്യ സംസ്കരണത്തിനായിട്ട് ഹരിത കേരളം മിഷൻ ആരംഭിച്ച ചാലഞ്ചാണ് ആരോഗ്യമുള്ള നാടിന് വൃത്തിയുള്ള വീട്. ഇന്ത്യയിലെ 2ാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക്, നേരത്തെ വിട്ടുപോയ ചോദ്യമാണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. 2ാമത്തെ വലുതേതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. കോവിഡ് രോഗം ഭേദമായവരുടെ ശരീരത്തിൽ നിന്നും ആന്റിബോഡി ശേഖരിച്ച് രോഗികളിൽ നൽകുന്ന കോൺവലാസെൻസറ എന്ന ചികിത്സാ രീതിയിൽ ഉപയോഗിക്കുന്ന ആന്റിബോഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി. അപ്പോൾ കോവിഡ് രോഗം ഭേദമായവരുടെ ശരീരത്തിൽ നിന്നും കോവിഡ് രോഗം വന്ന് അത് ഭേദമായവരുടെ ശരീരത്തിൽ നിന്നും ആന്റിബോഡി ശേഖരിച്ച് രോഗികളുടെ ശരീരത്തിൽ നൽകുന്ന ചികിത്സാ രീതിയാണ് കോൺവലാസെൻസറ. ആ ചികിത്സാ രീതിയിൽ ഉപയോഗിക്കുന്ന ആന്റിബോഡിയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി.
വൃദ്ധന്മാരെയും രോഗികളെയും സമ്പർക്ക നിയന്ത്രണത്തിലാക്കി ആരോഗ്യമുള്ള യുവാക്കളെ പുറത്തിറക്കി അവരെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്ന രീതി, റിവേഴ്സ് ക്വാറന്റൈൻ. അതായത് വൃദ്ധന്മാരെയും രോഗമുള്ള ആൾക്കാരെയൊക്കെ വീട്ടിൽ നിരീക്ഷണത്തിലാക്കാം, സമ്പർക്ക നിയന്ത്രണം വരുത്തി വീട്ടിലാക്കാം. അതിനുശേഷം ആരോഗ്യമുള്ള യുവാക്കളെ പുറത്തിറക്കിയിട്ട് അവരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കാം. അങ്ങനെയുള്ള രീതിയാണ് റിവേഴ്സ് ക്വാറന്റൈൻ. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ജനങ്ങളുടെ വിനോദത്തിനായി പ്രസാർ ഭാരതി ആരംഭിച്ച ചാനലാണ് DD റെട്രോ. DD റെട്രോ എന്ന് പറയുന്ന ഒരു ചാനൽ പ്രസാർ ഭാരതി ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്? DD റെട്രോ. കോവിഡ് റാപ്പിഡ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ആന്റിബോഡി ടെസ്റ്റ് കിറ്റ് സ്വന്തമായി വികസിപ്പിച്ച കേരളത്തിലെ ആദ്യ സ്ഥാപനം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ അയാം ബാഡ്മിന്റൺ ക്യാമ്പയിന്റെ അംബാസിഡർ PV സിന്ധു. ലോക ബാഡ്മിന്റൺ ക്യാമ്പയിൻ ഫെഡറേഷന്റെ അയാം ബാഡ്മിന്റൺ എന്ന ക്യാമ്പയിന്റെ അംബാസിഡർ ആരാണ്? PV സിന്ധു. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ലോക പുസ്തക ദിനം ഏപ്രിൽ 23 അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. ലോക പുസ്തക ദിനത്തിന്റെ ഭാഗമായി 2020 ഏപ്രിൽ 23 കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ആരംഭിച്ച പരിപാടി, പ്രചരണ പരിപാടിയാണ് മൈ ബുക്ക് മൈ ഫ്രണ്ട്. അപ്പൊ വായനയൊക്കെ വർദ്ധിപ്പിക്കുക, ജനങ്ങളിലെ ബുക്കിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ലോക പുസ്തക ദിനം 2020 ലോക പുസ്തക ദിനത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് മൈ ബുക്ക് മൈ ഫ്രണ്ട്. 2020 ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം 2020 ഇന്ത്യയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 12 സ്ഥാനവും ലഭിച്ച സംസ്ഥാനം കേരളമാണ്. അപ്പം കേരളത്തിലെ ജില്ലകൾക്കാണ് ആദ്യത്തെ 12 സ്ഥാനവും ലഭിച്ചത്. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം ഇന്ത്യയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 12 സ്ഥാനം ആർക്കാണ്? കേരളത്തിനാണ്. കോവിഡ് സാഹചര്യത്തിൽ കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം. അപ്പോൾ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഈ കോവിഡ് സാഹചര്യത്തിൽ സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി നാസ വികസിപ്പിച്ച ഹൈ പ്രഷർ വെന്റിലേറ്റർ വൈറ്റൽ. അപ്പോൾ COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായിട്ട് നാസ വികസിപ്പിച്ച ഹൈ പ്രഷർ വെന്റിലേറ്ററാണ് വൈറ്റൽ. വൈറ്റലിന്റെ പൂർണ്ണരൂപം വെന്റിലേറ്റർ ഇന്റർവെൻഷൻ ടെക്നോളജി ആക്സസിബിൾ ലോക്കലി. വെന്റിലേറ്റർ ഇന്റർവെൻഷൻ ടെക്നോളജി ആക്സസിബിൾ ലോക്കലി. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കൂ, വൈറ്റലിന്റെ പൂർണ്ണരൂപം എന്താണ്? വെന്റിലേറ്റർ ഇന്റർവെൻഷൻ ടെക്നോളജി ആക്സസിബിൾ ലോക്കലി. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ മാലിനി ശങ്കർ. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? മാലിനി ശങ്കർ. ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഗ്രാം സ്വരാജ്. അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ വികസനവും അവയുടെയൊക്കെ നവീകരണം ലക്ഷ്യമാക്കിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഗ്രാം സ്വരാജ്. RBIയുടെ സെൻട്രൽ ബോർഡ് ഡയറക്ടറായി നിയമിതനായത് തരുൺ ബജാജ്. RBIയുടെ സെൻട്രൽ ബോർഡ് ഡയറക്ടറായിട്ട് നിയമിതനായത് തരുൺ ബജാജ്. 2020 പുതുപ്പള്ളി രാഘവൻ അവാർഡ് നേടിയത് G സുധാകരനാണ്. 2020 പുതുപ്പള്ളി രാഘവൻ അവാർഡ് G സുധാകരനാണ് ലഭിച്ചത്. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി CISF ആരംഭിച്ച ആപ്ലിക്കേഷൻ കാര്യാലയ്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് CISF ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കാര്യാലയ്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി അജയ് ടിർക്കി. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി അജയ് ടിർക്കിയാണ്. ലോക മലേറിയ ദിനം നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തതാണ് ഏപ്രിൽ 25. അതിന്റെ തീം ലോക മലേറിയ ദിനം 2020 ലോക മലേറിയ ദിനത്തിന്റെ തീമാണ് സീറോ മലേറിയ സ്റ്റാൻഡ്സ് വിത്ത് മീ. അപ്പോൾ ലോക മലേറിയ ദിനം ഏപ്രിൽ 25. 2020 ലോക മലേറിയ ദിനത്തിന്റെ തീം സീറോ മലേറിയ സ്റ്റാൻഡ്സ് വിത്ത് മീ. COVID-19 പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന ഡ്രോണിന്റെ അംഗീകാരം വേഗത്തിലാക്കാനായി ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ആരംഭിച്ച പോർട്ടലാണ് ഗരുഡ്. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ COVID-19 പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന ഡ്രോണിന്റെ അംഗീകാരം വേഗത്തിലാക്കാൻ വേണ്ടി ആരംഭിച്ച പോർട്ടൽ ഗരുഡ്. അടുത്തിടെ പ്രായപൂർത്തിയാകാത്തവരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യയാണ്. 2020 പ്രായപൂർത്തിയാവാത്തവരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ ഗൾഫ് രാജ്യം.
ലോക്ക്ഡൌണിൽ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി സാന്ത്വനം. സ്നേഹ പദ്ധതിയും എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ തന്നെയാണ് അല്ലേ. അപ്പൊ കോവിഡിൽ തുടർ ചികിത്സയ്ക്ക് പണം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യ മരുന്നുകൾ ലഭ്യമാക്കാൻ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സാന്ത്വനം. ഇന്ത്യ മുഴുവൻ BS6 ഇന്ധനം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനി, ഇന്ത്യ മുഴുവൻ BS6 ഇന്ധനം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. 2020 അന്തർദേശീയ ജുഡീഷ്യൽ കോൺഫറൻസിന്റെ വേദി ന്യൂഡൽഹി. അന്തർദേശീയ ജുഡീഷ്യൽ കോൺഫറൻസ് എവിടെയാണ് വേദി? 2020 ന്യൂഡൽഹി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. അപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ആദ്യ സംസ്ഥാനം കേരളം. അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം UAE. ന്യൂക്ലിയർ പവർ പ്ലാന്റ് വരുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് UAE. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി, ഇന്റർനാഷണൽ അല്ലാട്ടോ, അത് മാർച്ച് 8 ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്? സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ്. അപ്പൊ ഇന്റർനാഷണൽ വിമൻസ് ഡേ മാർച്ച് 8, ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13, സരോജിനി നായിഡുവിന്റെ ജന്മദിനം. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ജന്മദിനം സ്റ്റേറ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരിക്കും? തമിഴ്നാടും കർണാടകയും. അപ്പൊ ജയലളിതയുടെ ജന്മദിനം ഫെബ്രുവരി 24. ജയലളിതയുടെ ജന്മദിനം ഫെബ്രുവരി 24. ഈ ഫെബ്രുവരി 24 സ്റ്റേറ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയുമാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിപണനവും തടയാനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോദ്ധാവ്. പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതിൻ്റെ വിപണനവും തടയാൻ വേണ്ടി ആരംഭിച്ചതാണ് യോദ്ധാവ്. ഇന്ത്യയിലെ ആദ്യ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് വിമുക്ത വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് വിമുക്ത വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി. ഷഹീദ് ദിവസ് എന്നാണ്? മാർച്ച് 23. ഷഹീദ് ദിവസ് എന്ന് പറയുന്നത് മാർച്ച് 23. പ്രത്യേകത എന്താണ് ഷഹീദ് ദിവസ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് സിംഗ് എന്നിവരെ തൂക്കിലേറ്റിയ ദിവസമാണ് മാർച്ച് 23. ISROയുടെ വ്യാവസായിക യൂണിറ്റ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ISROയുടെ വ്യവസായ യൂണിറ്റ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ G. നാരായണൻ. ആരാണ്? G. നാരായണനാണ്. ISROയുടെ ആരാ? K. ശിവൻ. അപ്പൊ അവിടെ ശിവനാണ്. അതിന്റെ വ്യാവസായിക യൂണിറ്റായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാൻ നാരായണനാണ്, G. നാരായണൻ. ദ തിൻ മൈൻഡ് മാപ്പ് ബുക്ക് എന്ന പുസ്തകം രചിച്ചത് ധർമ്മേന്ദ്ര റായ്. ദ തിൻ മൈൻഡ് മാപ്പ് ബുക്ക് എന്ന പുസ്തകം രചിച്ചത് ധർമ്മേന്ദ്ര റായ്. അപ്പോൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ആരുടെ ഓർമ്മയ്ക്കാണ് മാർച്ച് 23 ഷഹീദ് ദിവസമായിട്ട് ആചരിക്കുന്നത്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് സിംഗ് എന്നിവരെ തൂക്കിലേറ്റിയതിന്റെ ഓർമ്മയ്ക്ക്. ഗണിതശാസ്ത്രത്തിലെ സംഭാവനകൾക്ക് നൽകുന്ന 2020 ആബേൽ പുരസ്കാരം നേടിയത് ഹിലിൽ ഫാർസ്റ്റാൾ, ഗ്രിഗറി മാർഗുലിസ്. അപ്പൊ ഗ്രിഗറിക്കും ഹിലിലിനുമാണ് ആബേൽ പുരസ്കാരം ലഭിച്ചത്. ഗ്രിഗറിക്കും ഹിലിലിനും 2020 ഗണിതശാസ്ത്രത്തിലെ സംഭാവനകൾക്ക് നൽകുന്നതാണ് ആബേൽ പുരസ്കാരം. ഹിലിൽ ഫാർസ്റ്റാൾ, ഗ്രിഗറി മാർഗുലിസ്. നിർഭയ കേസ് പ്രതികളെ തൂക്കിലേറ്റിയത് 2020 മാർച്ച് 20 2020 മാർച്ച് 20 നിർഭയ കേസ് പ്രതികളെ തൂക്കിലേറ്റിയത്. എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ രചിച്ചത് K. രാമകൃഷ്ണ റാവു. എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ K. രാമകൃഷ്ണ റാവു. മുംബൈയിൽ നടന്ന ഗവേണൻസ് സമ്മേളനത്തിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനത്തിന്റെ വെബ്സൈറ്റാണ്? കേരളത്തിന്റെ www.kerala.government.in എന്ന വെബ്സൈറ്റാണ് മുംബൈയിൽ നടന്ന ഗവേണൻസ് സമ്മേളനത്തിൽ ഒന്നാമതെത്തിയത്. 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത കവിയും ഭാഷാ പണ്ഡിതനുമായ പുതുശ്ശേരി രാമചന്ദ്രന്റെ കൃതികൾ ഗ്രാമീണ ശാഖകൾ, ഉത്സവബലി, ആവുന്നത്ര ഉച്ചത്തിൽ, കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ. 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത കവിയും ഭാഷാ പണ്ഡിതനുമായ പുതുശ്ശേരി രാമചന്ദ്രന്റെ കൃതികളാണ് ഉത്സവബലി, ഗ്രാമീണ ശാഖകൾ, ആവുന്നത്ര ഉച്ചത്തിൽ, കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ.
സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സ്ഥാപനം ബ്രഹ്മകുമാരി സർസദൻ ആണ് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സ്ഥാപനം. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദിയാണ്. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദി. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. 2020 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ തീം ലാംഗ്വേജ് വിത്തൗട്ട് ബോർഡേഴ്സ്. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം 2020 തീം ലാംഗ്വേജ് വിത്തൗട്ട് ബോർഡേഴ്സ്. COVID-19 വ്യാപനം തടയാനായി ഇന്ത്യൻ ആർമി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻ സമസ്ത. COVID-19 വ്യാപനം തടയാനായി ഇന്ത്യൻ ആർമി നടത്തുന്നതാണ് ഓപ്പറേഷൻ സമസ്ത. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പ്രസിഡന്റ്. ഡൽഹിയാണ് ആസ്ഥാനം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പ്രസിഡന്റ് അതുൽ കുമാർ ഗുപ്ത. ആരാണ്? അതുൽ കുമാർ ഗുപ്തയാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പ്രസിഡന്റ്. പ്രവാസി ഭാരതീയ കേന്ദ്രവും ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? സുഷമ സ്വരാജിന്റെ പേരിലാണ്. പ്രവാസി ഭാരതീയ കേന്ദ്രവും അതുപോലെ ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ആരുടെ പേരിലാണ്? സുഷമ സ്വരാജിന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. സൂര്യന്റെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളുടെ ഫോട്ടോ എടുക്കാനായി യൂറോപ്യൻ സ്പേസ് ഏജൻസിയും നാസയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് ഓർബിറ്റർ. അപ്പൊ സൂര്യന്റെ ഉത്തര ധ്രുവത്തിന്റെയും ദക്ഷിണ ധ്രുവത്തിന്റെയും ഫോട്ടോ എടുക്കാനായിട്ട് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് ഓർബിറ്റർ. സാമൂഹിക നീതി ദിനം, ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി 20. ഒരുപാട് ദിനങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി 20. 2020 ലോക സാമൂഹിക നീതി ദിനത്തിന്റെ തീം ക്ലോസിംഗ് ദ ഇനീക്വാലിറ്റീസ് ഗ്യാപ്പ് ടു അച്ചീവ് സോഷ്യൽ ജസ്റ്റിസ്. ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്നുണ്ടാവും ആ ഒരു ഇതിൽ. അപ്പോൾ അത് നോക്കാം. ക്ലോസിംഗ് ദ ഇനീക്വാലിറ്റീസ്, അസമത്വങ്ങളൊക്കെ മാറ്റിയിട്ട് ഗ്യാപ്പ് ടു അച്ചീവ് ക്ലോസിംഗ് ദ ഇനീക്വാലിറ്റീസ് ഗ്യാപ്പ് ടു അച്ചീവ് സോഷ്യൽ ജസ്റ്റിസ്. വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്താനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. സാമൂഹിക ബോധം സഹിതം എന്നാലോചിക്കാം. 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന്റെ വേദി കൊച്ചി. 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന്റെ വേദി കൊച്ചിയാണ്. 2020 കോമൺവെൽത്ത് പോയിന്റ്സ് ഓഫ് ലൈറ്റ് അവാർഡ് ലഭിച്ചത് ജാദവ് പായങ് ആണ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആസാമീസ് പരിസ്ഥിതി പ്രവർത്തകൻ. അപ്പൊ 2 ചോദ്യങ്ങൾ വന്നു. ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആസാമീസ് പരിസ്ഥിതി പ്രവർത്തകൻ ജാദവ് പായങ്. 2020 കോമൺവെൽത്ത് പോയിന്റ്സ് ഓഫ് ലൈറ്റ് അവാർഡ് ലഭിച്ചത് ജാദവ് പായങ്. മധ്യപ്രദേശിന്റെ സാംസ്കാരിക പൈതൃകങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആഘോഷം നമസ്തേ ഓർഘ. മധ്യപ്രദേശിന്റെ സാംസ്കാരിക പൈതൃകങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആഘോഷമാണ് നമസ്തേ ഓർഘ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ നിരീക്ഷണ കപ്പൽ ICGS വരദ് ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ നിരീക്ഷണ കപ്പൽ. ദേശീയ പാതയിലെ എല്ലാ ക്രോസിംഗുകളും പാലങ്ങൾ വഴിയാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് സേതു ഭാരതം. അതായത് ദേശീയ പാതയിലെ എല്ലാ ക്രോസിംഗുകളും പാലങ്ങൾ വഴിയാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി സേതു ഭാരതം. 2020 പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ദേശീയോദ്യാനം ചമ്പൽ ദേശീയോദ്യാനമാണ്. 2020 പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ദേശീയോദ്യാനം ചമ്പൽ ദേശീയോദ്യാനം. ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശലമേള സൂരജ് കുണ്ഡ് കരകൗശലമേളയാണ്. ലോകത്തിലെ നമ്മൾ ഹരിയാന സംസ്ഥാനം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. 2020 ഫെബ്രുവരി 1 സൂരജ് കുണ്ഡ് കരകൗശലമേള ഉദ്ഘാടനം ചെയ്തത് രാംനാഥ് കോവിന്ദ്. 2020 ഫെബ്രുവരി 1 സൂരജ് കുണ്ഡ് കരകൗശലമേള നടന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശലമേളയാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? രാംനാഥ് കോവിന്ദ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായിട്ട് യുദ്ധസ്മാരകം നിലവിൽ വരുന്നത്. ആരിഫ് ആൽവി ഏത് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്? പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ആരിഫ് ആൽവി പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന നടത്തിപ്പിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന നടത്തിപ്പിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശ്.
2019-2020 സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യമാണ് 2019-2020 സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം ലഭിച്ചത് ശൈലജ ടീച്ചർക്കാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം ലഭിച്ചത് ശൈലജ ടീച്ചർ. സൗദി അറേബ്യയിലെ പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ യൂസഫ് അലി, MA യൂസഫ് അലിക്കാണ് സൗദി അറേബ്യയിലെ പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലകളിലെ സംഭാവനകൾക്കായി കേരള സർക്കാർ നൽകുന്ന പ്രഥമ കൈരളി പുരസ്കാരം ലഭിച്ചത് പുതുശ്ശേരി രാമചന്ദ്രൻ, പ്രൊഫസർ M. വിജയൻ. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലകളിലെ സംഭാവനകൾക്ക് നൽകുന്ന കൈരളി പുരസ്കാരം, കേരള സർക്കാർ നൽകുന്ന കൈരളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പുതുശ്ശേരി രാമചന്ദ്രനും പ്രൊഫസർ M. വിജയനുമാണ്. 2020 മുതൽ ദേശീയ പ്രോട്ടീൻ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 27. 2020 മുതൽ ദേശീയ പ്രോട്ടീൻ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 27 കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ പ്രൊജക്ട് ഏത് നദിയിലാണ് വരുന്നത്? ഹൂഗ്ലി നദിയിലാണ്, വെസ്റ്റ് ബംഗാളിൽ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ പ്രൊജക്ട് വരുന്നത് ഹൂഗ്ലി നദി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം DRDOയും ബെല്ലും സംയുക്തമായി നിർമ്മിച്ച റഡാർ സംവിധാനം സ്വാതി, വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ. സ്വാതി എന്ന റഡാർ സംവിധാനമാണ് DRDOയും ബെല്ലും ചേർന്നിട്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നിർമ്മിച്ചത്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വരുന്നത് എവിടെ? കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. സൂപ്പർ ഫാബ് ലാബ് കൊച്ചിയിലാണ് നിലവിൽ വരുന്നത്. റലന്നസ് ആരുടെ ആത്മകഥയാണ്? യശ്വന്ത് സിൻഹയുടെ ആത്മകഥയാണ് റലന്നസ് എന്ന ആത്മകഥ പ്രകാശനം ചെയ്തത് പ്രണബ് മുഖർജി. മുൻ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയാണ് പ്രകാശനം ചെയ്തത്. റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അതുപോലെ കായികം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതും കേരളമാണ് അല്ലെ. അതുപോലെ റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ലോക വന്യജീവി ദിനം മാർച്ച് 3. ലോക വന്യജീവി ദിനത്തിന്റെ തീം എന്താണ്? 2020 സസ്റ്റെയിനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത് എന്നതാണ് 2020 ലോക വന്യജീവി ദിനത്തിന്റെ തീം. ചൈനയ്ക്ക് പുറത്ത് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ആദ്യ രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ചൈനയ്ക്ക് പുറത്ത് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ആദ്യ രാജ്യം ഫിലിപ്പൈൻസ്. കൊറോണയൊക്കെ ബന്ധപ്പെട്ട ബാക്കി എല്ലാ കാര്യവും നമ്മൾ മന്ത്ലിയിൽ ഡിസ്കസ് ചെയ്ത കേട്ടോ. പിന്നെ കൊറോണയെ പറ്റി മാത്രമായിട്ട്, COVID-19 പറ്റി മാത്രമായിട്ട് കറണ്ട് അഫയേഴ്സിൽ വീഡിയോസും ചെയ്തിട്ടുണ്ട്. 2016 കോമൺവെൽത്തിൽ നിന്നും പിന്മാറിയ ഏത് രാജ്യമാണ് 2020 വീണ്ടും ചേർന്നത്? അതായത് 2016 കോമൺവെൽത്ത് നിന്ന് പിന്മാറിപ്പോയിട്ട് പിന്നെ തിരിച്ച് 2020 വീണ്ടും വന്ന് ജോയിൻ ചെയ്ത രാജ്യമാണ് മാലിദ്വീപാണ് വീണ്ടും കോമൺവെൽത്തിൽ അംഗമായത്. 2020 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സിറ്റിയാണ് ജയ്പൂർ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ ആണ് 2020 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സിറ്റി. ഏഷ്യ പസഫിക് മേഖലയിലെ സെൻട്രൽ ബാങ്കർ ഓഫ് ദ ഇയർ 2020 തെരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത ദാസ്. ഏഷ്യ പസഫിക് മേഖലയിലെ സെൻട്രൽ ബാങ്കർ ഓഫ് ദ ഇയർ 2020 തെരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത ദാസ്. കാമോവ് 226 THAL ഹെലികോപ്റ്റർ ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നാണ് നിർമ്മിക്കുന്നത്? റഷ്യ. അപ്പൊ കാമോവ് എന്ന് വേണ്ട, റഷ്യ എന്ന് ഓർക്കുക. കാമോവ് 226 THAL ഹെലികോപ്റ്റർ ഇന്ത്യയും റഷ്യയും ചേർന്നാണ് നിർമ്മിക്കുന്നത്. കുഷ്ഠരോഗ ദിനം എന്നാണ്? ജനുവരി 30. 2020 കുഷ്ഠരോഗ ദിനത്തിന്റെ തീം ലെപ്രസി ഇസ്ന്റ് വാട്ട് യു തിങ്ക്. ജനുവരി 30 കുഷ്ഠരോഗ ദിനം. കുഷ്ഠരോഗ ദിനത്തിന്റെ തീം 2020 കുഷ്ഠരോഗ ദിനത്തിന്റെ തീം ലെപ്രസി ഇസ്ന്റ് വാട്ട് യു തിങ്ക്. 2020 പത്മഭൂഷൺ നേടിയ മലയാളി ആത്മീയ ആചാര്യൻ M. മുംതാസ് അലിയാണ് 2020 പത്മഭൂഷൺ നേടിയ മലയാളി ആത്മീയ ആചാര്യൻ. 2020 ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നും പത്മശ്രീ നേടിയത് KS മണിലാൽ. മലയാളിയാണ് കേട്ടോ. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നും പത്മശ്രീ നേടിയ മലയാളി KS മണിലാൽ. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വരുന്ന സംസ്ഥാനം മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ക്ലിനിക്ക് നിലവിൽ വരുന്നത്.
2020 സരസ്വതി സമ്മാന ജേതാവ് ആരാണ്? വസുദേവ് മോഹി എന്ന സിന്ധി സാഹിത്യകാരനാണ് 2020 സരസ്വതി സമ്മാൻ നേടിയത്. ഏത് കൃതിക്കാണ്? ചെക്ക് ബുക്ക് എന്ന കൃതിക്കാണ് 2020 സരസ്വതി സമ്മാനം ആർക്ക് കിട്ടിയത്? വസുദേവ് മോഹിക്ക് കിട്ടിയത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല, ഇമ്പോർട്ടൻ്റ് ആണ്, എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയാണ് എറണാകുളം. 2020 റിപ്പബ്ലിക് ഡേ പരേഡിൽ നിശ്ചല ദൃശ്യത്തിന് 1ാം സ്ഥാനം ലഭിച്ചത് ആസാമിനാണ്. 2020 റിപ്പബ്ലിക് ഡേ പരേഡിൽ നിശ്ചല ദൃശ്യത്തിന് 1ാം സ്ഥാനം ലഭിച്ചത് ആസാമിനാണ്. ആസാമിന്റെ ഏതാണ് ആ ടാബ്ലോ? ലാൻഡ് ഓഫ് യുണീക് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആൻഡ് കൾച്ചർ എന്ന ടാബ്ലോയ്ക്ക്. ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടി നടന്നത് ലഡാക്ക്. അപ്പൊ ലഡു ഒരു ഭക്ഷ്യവസ്തു അല്ലേ, അത് ആലോചിച്ചാൽ മതി. ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടി നടന്നത് ലഡു, ആലോചിക്കുക, ലഡാക്ക്. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക ഭൂമി പാട്ടത്തിന് നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക ഭൂമി സർക്കാരാണ് പാട്ടത്തിന് നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. കാർഷിക ഭൂമി പാട്ടത്തിന് സർക്കാർ, വ്യക്തികളല്ല, സർക്കാർ നൽകുന്ന പദ്ധതി ആരംഭിച്ചത് ഉത്തരാഖണ്ഡ്. 2020 ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒഴിവാക്കി ഒരു സഭ മാത്രമുള്ള നിയമസഭയായി മാറിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒഴിവാക്കിയ സംസ്ഥാനം 2020 ആന്ധ്രാപ്രദേശാണ്. ഗഗൻയാൻ പദ്ധതിയിൽ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഫ്രാൻസ്. ഗഗൻയാൻ പദ്ധതിയിൽ യാത്രികർക്ക് പരിശീലനം നൽകുന്നത് ഫ്രാൻസ് ആണ്. ഇന്ധന സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പൗരന്മാരെ ബോധവൽക്കരിക്കുന്നതിനായി പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ആരംഭിച്ച പരിപാടിയാണ് സക്ഷം. ഇന്ധനത്തിന്റെ സംരക്ഷണം അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ആരംഭിച്ച പരിപാടിയാണ് സക്ഷം. യൂറോപ്യൻ രാജ്യമായ മോൾഡോവയിലെ നിക്കോളെ ടെസ്റ്റിമിറ്റാനു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകി ആദരിച്ച ആദ്യ ഇന്ത്യൻ മന്ത്രിയാണ് KK ശൈലജ ടീച്ചർ. അപ്പോൾ ഫാർമസി, മെഡിസിൻ എന്നൊക്കെ കണ്ടാൽ മിക്കവാറും ആദരിച്ചിട്ടുണ്ടാവുക ആരെയാണ്? ശൈലജ ടീച്ചറാണ്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്. കിഴക്കൻ യൂറോപ്യൻ രാജ്യമാണ് മോൾഡോവയിലെ നിക്കോളെ ടെസ്റ്റിമിറ്റാനു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകി ആദരിച്ച ആദ്യ ഇന്ത്യൻ മന്ത്രിയാണ് KK ശൈലജ ടീച്ചർ. 2020 കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി പാലക്കാട് ജില്ലയിലെ മുണ്ടൂറാണ് 2020 കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി. പച്ചക്കറി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി 25. 2020 ദേശീയ സമ്മതിദായക ദിനത്തിന്റെ തീം ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി. സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അതായത് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം പ്രിയമ്പിൾ വായിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, 2020 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാര ജേതാവ് NK പ്രേമചന്ദ്രൻ. 2020 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി എന്നുള്ള പുസ്തകം രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള തത്വമസി പുരസ്കാരം ലഭിച്ചത് NK പ്രേമചന്ദ്രൻ. CBCIDയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ജോൺ ജോസഫ്. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ഗവർണർ ടി രവിശങ്കർ ആണ് റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ഗവർണറാണ്. 2020 പൂനെയിലെ MIT സ്കൂൾ ഓഫ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ മികച്ച നിയമസഭാ സ്പീക്കർക്കുള്ള ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ അവാർഡ് നേടിയത് P. ശ്രീരാമകൃഷ്ണൻ. കേരളത്തിലെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനാണ് അവാർഡ് കിട്ടിയത്. 2020 പൂനെയിലെ MIT സ്കൂൾ ഓഫ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ മികച്ച നിയമസഭാ സ്പീക്കർക്കുള്ള ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? P. ശ്രീരാമകൃഷ്ണൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ കുറച്ചധികം ചോദ്യങ്ങളുണ്ട് എന്ന് തന്നെയാണെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.